ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ശ്രീ ജിൻഡോ ജോൺ, KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെ ന്യായീകരിക്കാൻ എന്റെ നാവ് പൊന്തില്ല. വീട്ടുകാർ കോൺഗ്രസ് ആയതിന്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനങ്ങൾ. നിയമനം കിട്ടിയവരിൽ പലരും അകന്ന ബന്ധുക്കളുടെ പോലും വിദൂര കോൺഗ്രസ് ബന്ധം ചെയ്യുന്ന തിരക്കിലാണ്. കിട്ടിയ പോസ്റ്റിൽ എങ്ങനെയും അള്ളിപ്പിടിച്ചിരിക്കണമല്ലോ എന്ന്. അപ്പോൾ അതോ മാത്രമല്ല, നീല പതാക പിടിക്കാൻ ഈ ഒരു കാര്യവുമില്ലാത്ത പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി. ഇത് ആരെഴുതിയ പോസ്റ്റാണ്? അതിലെന്താ സംശയം? അതിന്റെ മുകളിൽ ആരാ എഴുതിയെന്നറിയാലോ. ഞാനാണ്. എന്തുകൊണ്ടാണ് ശ്രീ ജിൻഡോ ജോൺ അങ്ങനെ ഒരു പോസ്റ്റ് എഴുതേണ്ടി വന്നത്? എൻ്റെ പോസ്റ്റ് കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പേജിൽ പോസ്റ്റും കമൻറ്റും അതിൻ്റെ ലൈക്കും ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതിൽ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ പോസ്റ്റ് എഴുതാനുള്ള സാഹചര്യം കേരളത്തിലെ ഗവൺമെൻറ് ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിയമനങ്ങളിൽ CPM-ൻ്റെയും അല്ലെങ്കിൽ BJP-യുടെയും ഒക്കെ പ്രവർത്തകരായിരുന്ന ആളുകളുടെ പേര് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വിമർശനം വരുമ്പോൾ ആ വിഷയത്തിലുള്ള നടപടിക്രമങ്ങളിൽ ശരിയല്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുമ്പോൾ അക്കാര്യത്തിൽ ഒരു വിയോജിപ്പ് പറയേണ്ടത് കൂടി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, KSUവിലൂടെ വളർന്നു വന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായ തീരുമാനം കൂടിയാണ്. ആ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിലെന്താണ് കുഴപ്പമുള്ളത്? അപ്പോൾ ഒരു അനീതി നടന്നു ഗവൺമെന്റ് ലീഡറുമായി നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ KSUവിന് ഒരു പരാതിയുള്ളത് പണ്ട് SFI പ്രവർത്തകയായിരുന്ന വ്യക്തി. അത് മാത്രമല്ല, ഇപ്പോൾ TS ശരത്ത്, അത് സംഘപരിവാർ ബന്ധമുള്ള ആളാണ്. ABVP വഴി വളർന്നു വന്ന ആളാണ്. അത് മാത്രമല്ല, BJP നേതാക്കളെ കേസുകൾക്കൊക്കെ വക്കീലായി വാദിച്ച ആളാണ് TS ശരത്ത് എന്നും കേൾക്കുന്നു. അപ്പം ഒന്ന് RSS, മറ്റൊന്ന് SFI, ഈ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നു. ലോയേഴ്സ് കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. അപ്പോൾ ഒരു അനീതി നടന്നു എന്ന് ഒരു കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് തോന്നുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്? പർട്ടിക്കുലർ കേസസിൽ ആ പ്ലീഡർമാരുടെ എല്ലാവരുടെയും കാര്യത്തിലല്ല, ചില പ്ലീഡർമാരുടെ നിയമനത്തിൽ അനീതി നടന്നു എന്നുള്ളത് ബോധ്യത്തിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അത് തെറ്റാണെന്ന് തോന്നാത്തടത്തോളം കാലം അത് തിരുത്തേണ്ടതോ പിൻവലിക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യമില്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ, കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും കോൺഗ്രസിലേക്ക് വരാം, UDFിലേക്ക് വരാം. അങ്ങനെ വരുന്നവർ വരുന്ന സമയം തൊട്ട് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയമാണ് പറയേണ്ടത്. ഇങ്ങനെ വരുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് പോലും ലോക്ക് ചെയ്ത് വെച്ച് അവരുടെ മുൻകാല രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് പോലും മറ്റൊരാൾക്കും കണ്ടെത്താൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒളിവിൽ വന്ന് സംഘടനാ പ്രവർത്തനം നടത്തി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് ബോധ്യപ്പെട്ടില്ല. ഇവിടെ അടിയന്തരാവസ്ഥയൊന്നുമില്ല. കോൺഗ്രസ് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല. ഒരാൾക്ക് കോൺഗ്രസിൽ എപ്പോൾ വേണമെങ്കിലും ചേരുന്ന അന്ന് മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നിർബന്ധം. അതിനപ്പുറത്ത് അല്ലാത്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന ആളുകൾ, അവരെ ശുപാർശ ചെയ്ത ആളുകൾ, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇത് മുഖ്യമന്ത്രി മാത്രമാണ് ഉത്തരവാദി എന്നുള്ള രീതിയിലല്ല എൻ്റെ ടേക്ക്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം നിരീക്ഷണങ്ങൾ, ഇത്തരം വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു കാര്യം ഇന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കളുടെ പ്രതികരണത്തിൽ അത് വളരെ ക്ലിയർ ആണ്. താങ്കൾ താങ്കളുടെ നിലപാടിൽ ക്ലിയർ ആണ്.